MES College of Engineering and Technology കുന്നക്കര, APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള AICTE അംഗീകാരമുള്ള എറണാകുളം ജില്ലയിലെ MESന്റെ പ്രമുഖ സ്ഥാപനത്തിൽ 2024 വർഷത്തെ പ്രവേശന നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. ISO 9001:2050 അംഗീകാരമുള്ള ഈ സ്ഥാപനത്തിലെ പ്രമുഖ ബിടെക് കോഴ്സുകളായ സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നീ ബ്രാഞ്ചുകളിലേക്കാണ് പ്രവേശനം. വിദ്യാർത്ഥികൾക്ക് കോളേജ് ബസ് ഉപയോഗം തികച്ചും സൗജന്യമായിരിക്കും. MES മാനേജ്മെന്റിന്റെ കീഴിലായതിനാൽ വളരെയധികം ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടക്കുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ താമസവും ഭക്ഷണം തികച്ചും സൗജന്യം. ഉയർന്ന മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് MES സ്കോളർഷിപ്പുകൾ നൽകുന്നു. അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടേണ്ട നമ്പറുകൾ: ഫോൺ 9444781611, 8089921675. ആലുവ റെയിൽവേ സ്റ്റേഷനിൽ യുവതിയെ 1 കിലോ MDMA-യുമായി പിടികൂടിയ സംഭവത്തിൽ ഒരാൾ കൂടി പിടിയിലായി. ആലുവ റെയിൽവേ സ്റ്റേഷനിൽ യുവതിയെ 1 കിലോ MDMA-യുമായി പിടികൂടിയ സംഭവത്തിൽ ഒരാൾ കൂടി അറസ്റ്റിലായി. മട്ടാഞ്ചേരി കപ്പലിന്റെ മുക്ക് താഴകത്ത് വീട്ടിൽ സഫീർ എന്ന 35-കാരനെയാണ് റൂറൽ ജില്ലാ ഡാൻസ് ഓഫ് ടീമും ആലുവ പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. ബംഗളൂരു മുളശ്ശേര നഗരിൽ സർമീൻ അക്തർ എന്ന 26-കാരിയെ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പിടികൂടിയിരുന്നു. ഇവരിൽ നിന്ന് മയക്കുമരുന്ന് വാങ്ങുന്നതിന് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലെത്തിയതാണ് ഇയാൾ. മലഞ്ചരക്ക് വ്യാപാരിയാണ് ഇയാൾ. യുവതിയുമായുള്ള ബന്ധം പോലീസ് പരിശോധിച്ചു വരികയാണ്. ആദ്യം എറണാകുളത്ത് ഇറങ്ങാനായിരുന്നു യുവതിയുടെ തീരുമാനം. പിന്നീട് അതിന് മാറ്റം വരുത്തി ആലുവയിൽ ഇറങ്ങുകയായിരുന്നു. സഫീറിന് കൈമാറാനായിരുന്നു പരിപാടി. ഓപ്പറേഷൻ ക്ലീൻ പദ്ധതിയുടെ ഭാഗമായി ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേനയ്ക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ഈ പരിശോധനയിലാണ് രണ്ടുപേരും പിടിയിലായത്. വിപണിയിൽ 50 ലക്ഷത്തിലേറെ രൂപ വില വരും. കണ്ടെടുത്ത രാസലഹരിക്ക വാട്ടർ ഹീറ്ററിനുള്ളിൽ ഒളിപ്പിച്ച നിലയിലാണ് ഡൽഹിയിൽ നിന്നും മയക്കുമരുന്ന് കടത്തിക്കൊണ്ടുവന്നത്. കൊച്ചിയിൽ യുവാക്കൾക്കിടയിലാണ് വിൽപ്പന. ഡൽഹിയിൽ നിന്നും MDMA കൊണ്ടുവന്ന് ഇവിടെ കൈമാറിയ ശേഷം പിറ്റേന്ന് തീവണ്ടിയിൽ തന്നെ തിരിച്ചു പോവുകയാണ് പതിവ്. യുവതി സ്ഥിരം മയക്കുമരുന്ന് കടത്തുകാരിയാണെന്നാണ് ലഭിക്കുന്ന വിവരം. റേഞ്ച് DIG പുട്ട വിമലാദിത്യയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക ടീം രൂപീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. നാർക്കോട്ടിക് സെൽ DYSP അനിൽ, ആലുവ DSP A പ്രസാദ്, ഇൻസ്പെക്ടർ മഞ്ജുദാസ്, SI-മാരായ S ശ്രീലാൽ, K നന്ദകുമാർ, ASI വിനിൽകുമാർ, സീനിയർ CPO-മാരായ അജിത തിലകൻ, PN രജു, ദീപ്തി ചന്ദ്രൻ, മാഹിൻ ഷാ അബൂബക്കർ, K മനോജ് തുടങ്ങിയവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ഓപ്പറേഷൻ ക്ലീനിന്റെ ഭാഗമായി 6 മാസത്തിനുള്ളിൽ റൂറൽ ജില്ലയിൽ നിന്ന് 3 കിലോയിലേറെ രാസലഹരിയാണ് പിടികൂടിയത്. ഇതിന് 2 കോടിയിലേറെ രൂപ വില വരും. യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഇടയിലാണ് വിൽപ്പന. പ്രധാന മയക്കുമരുന്ന് വ്യാപാരിയായ കോങ്കോ സ്വദേശി റങ്കാര പോളിനെ കഴിഞ്ഞ മെയ് മാസം ബംഗളൂരു മടിവാളയിൽ നിന്ന് SP വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിൽ സാഹസികമായി പിടികൂടിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.